അയൽവാസിയുടെ ഗേറ്റിൽ കഴുത്തു കുടുങ്ങി മരണമടഞ്ഞ 9 വയസ്സുകാരൻ സിനാന്റെയും സിനാന്റെ മുത്തശ്ശി അസിയയുടെയും മരണം നാടിനെ നടുക്കിയിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരമാണ് സിനാന്റെ മരണം ഉണ്ടായത്. സിനാൻ പള്ളിയിലേക്ക് പോവുകയായിരുന്നു. വീടിന് അടുത്തുള്ള മറ്റൊരു വീട്ടിലൂടെയാണ് സിനാൻ പോയിരുന്നത്. ഈ വീട്ടിലെ ഗേറ്റ് അതൊരു റിമോട്ട് നിയന്ത്രിത ഗേറ്റാണ്. മാത്രമല്ല അത് സ്വിച്ച് ഉപയോഗിച്ചും തുറക്കാം. അങ്ങനെ സ്വിച്ച് ഉപയോഗിച്ച് തുറക്കാൻ കഴിയുന്ന ഗേറ്റ് തുറന്ന് സിനാൻ ഉള്ളിലേക്ക് പോകുമ്പോൾ ഗേറ്റിനിടയിൽ കുടുങ്ങി എന്നാണ് കരുതുന്നത്. അങ്ങനെ കുടുങ്ങിയ സിനാന്റെ പിന്നീട് നാട്ടുകാരെത്തിയാണ് രക്ഷപ്പെടുത്തിയത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സിനാന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഈ നടന്ന സംഭവങ്ങളെപ്പറ്റി അയൽവാസിയായ അമീർ അലി ഇപ്രകാരമാണ് പറയുന്നത്. ഇത് നടക്കുന്നത് എൻ്റെ വീടിൻ്റെ ഒരു 20 മീറ്റർ ദൂരത്താണ്. എൻ്റെ വീട്ടിൻ്റെ കൊലായിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ വൈകിട്ട് ഒരു 4:10 കൂടി സ്കൂൾ വിട്ട് വീട്ടിൽ വരുന്ന സമയത്ത് ഈ വീടിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിലെത്തിയപ്പോൾ ഒരു കുട്ടി തല കുടുങ്ങി ഗേറ്റിൽ കുടുങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടു. പെട്ടെന്ന് നോക്കിയപ്പോൾ എനിക്ക് കുട്ടിയെ മനസ്സിലായി. കാരണം എൻ്റെ മകൻ്റെ വളരെ അടുത്ത കളിക്കൂട്ടുകാരനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊന്ന് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് വല്ല കറണ്ടൊക്കെ പിടിച്ചതാണോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു നിമിഷം ശങ്കിച്ചു നിന്നിട്ട് റോട്ടിൽ നിന്നിട്ട് എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു, ഒരു കുട്ടിയുണ്ട് കുടുങ്ങി കിടക്കുന്നത്, അങ്ങോട്ട് പോകണ്ട, കറണ്ട് പിടിച്ചതെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ റോട്ടിലിറങ്ങി ഇവരുടെ ഒരു ബന്ധുവായിട്ടുള്ള ഒരാളെ വണ്ടി കയറ്റി കൊണ്ടുവന്ന് ഇത് കാണിച്ചു കൊടുക്കുകയും അയാൾ ഈ വീട്ടുകാരുമായി ബന്ധപ്പെട്ട് ഡോറ് തുറന്ന് അപ്പോൾ കുട്ടി താഴോട്ട് വീഴാനുണ്ടായത്. നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് ചെയ്തത്. ഇത് എവിടെ, ഏത് ഭാഗത്താണ്? ഗേറ്റിന്റെ അറ്റത്തായിട്ടാണോ? ഗേറ്റിന്റെ അറ്റത്താണ് സംഭവം നടന്നിട്ടുള്ളത്. കുട്ടി തല പുറത്തേക്ക് ഇട്ടിട്ടാണ് നിൽക്കുന്നത്. മാസ്റ്റർ പ്രാഥമിക നിഗമനത്തിൽ എന്താണെന്ന് മനസ്സിലാവുന്നത്? സെൻസർ വർക്ക് ചെയ്യാതെ കുടുങ്ങിപ്പോയത് തന്നെയാണോ? എനിക്കത് അറിയില്ല. പക്ഷേ എന്തായാലും ഷോക്ക് അടിച്ചതൊന്നുമല്ല, ഗേറ്റ് കുടുങ്ങിയത് തന്നെയാണ്. കുട്ടി കടന്ന സമയത്ത് ഗേറ്റ് വന്ന് അടിച്ചതായിരിക്കാനാണ് സാധ്യത. എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റൂല. ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കുട്ടി മരിച്ചത്. തലഭാഗമാണ് ഏകദേശം, തലയും ശരീരത്തിന്റെ പകുതി ഭാഗവും ഉണ്ട്. സിനാന്റെ മരണം അറിഞ്ഞ ഉടനെ തന്നെ ആസിയയ്ക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു, ശ്വാസമുട്ടലുണ്ടായിരുന്നു, കുഴഞ്ഞു വീണിരുന്നു. ആശുപത്രിയിൽ എത്തിച്ച അവരുടെ മരണവും രാത്രി തന്നെ സ്ഥിരീകരിച്ച ഒരു സാഹചര്യമാണ്. ഹൃദയാഘാതമാണ് ആസിയയുടെ ജീവനെടുത്തത്. ആസിയയുടെ മൃതശരീരം രാവിലെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. സിനാന്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷമാണ് ഇനി വീട്ടുകാർക്ക് എത്തിക്കൊടുക്കുക. 2 പേരുടെയും ഖബറടക്കം ചിലകൂർ പള്ളി ഖബറിസ്ഥാനിലായിരിക്കും ഉണ്ടാവുക. എന്താണെങ്കിലും നാടിനെ നടുക്കിയ, എല്ലാ അർത്ഥത്തിലും നാട്ടുകാരെ ഒന്നടങ്കം വേദനയിലാക്കിയ സംഭവമാണ് സിനാന്റെയും ഉമ്മുമ്മയുടെയും ഈ ആകസ്മിക മരണം. മലപ്പുറത്തുനിന്നും അഖിലോട്ട് പറക്കട്ടെ, CV അനുമോദ്, ന്യൂസ് 18.